എൻ്റെ പേര് ഷീജ ജോയ്. ഞാൻ വരുന്നത് മേലടൂർ ഉണ്ണിമിശിഹ പള്ളിയിൽ നിന്ന്. എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അതിൻ്റെ സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹബക്കുക്ക് 1:5 പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അത്രയും അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഞാനൊരു നിയോഗത്തിൽ വെച്ചതുപോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് സാധിച്ചു തരണേ എന്ന് ഒരു നിയോഗം വെച്ചിരുന്നു. ഏതൊരു കാര്യവും ഞാൻ മാതാവിനോട് പറഞ്ഞാൽ ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് 25 വർഷത്തോളം പഴക്കമുള്ള ഒരു കാലിലൊരു തഴമ്പ് പോലത്തെ ഒരു അസുഖമാണ്. അത് ഡോക്ടർമാർക്ക് പോലും അതിൻ്റെ പേരെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ചെറിയൊരു നുണൽ പോലെ കണ്ടതാണ്. പക്ഷേ പിന്നീട് അത് വളർന്ന് വലുതായി ഒരു വല്ലാത്തൊരവസ്ഥയിലായി. ഭർത്താവിനത് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ, ഒരു മഴ വന്നാൽ പോലും കാല് താഴെ കുത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി, 6ഓളം ഹോസ്പിറ്റലിൽ ചെന്നു, വലിയ വലിയ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. പക്ഷെ അപ്പോഴൊക്കെ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ അത് മുറിച്ച് കളയാതെ പറ്റില്ല എന്നാണ്. മുറിച്ച് കളഞ്ഞാൽ തന്നെ നിങ്ങളൊരു 6 മാസത്തോളം കാല് താഴെ കുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ടും കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ആൾക്കത് അങ്ങനെ ചെയ്യാൻ മടി കാണിച്ചപ്പോൾ ഞാൻ എന്നും തൈലം പറ്റി പ്രാർത്ഥിക്കും. അപ്പോൾ തൈലം പറ്റി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആൾ പറയും, ഇത് എനിക്ക് അറിയില്ല, ഇത് എങ്ങനെ പോകുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴും ഞാൻ മാതാവിനോട് പറയും, അത്ഭുതകരമായിട്ട് എപ്പോഴെങ്കിലും അത് പറഞ്ഞു പോകത്തക്ക രീതിയിൽ എനിക്ക് പാടുപോലും ഇല്ലാത്തൊരവസ്ഥയിലാക്കി തരണേ മാതാവേന്ന് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ 1.5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ചിലവ് വരും. അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത്. അവിടെ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്തോ ഒരു മാതാവിൻ്റെ ഒരു പ്രേരണ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ ഒരു പ്രേരണ എനിക്ക് തോന്നി. ആ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നും ലിസി ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും ആരോ ചെവിയിൽ പറയുന്നത് പോലത്തെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ അത് ഹസ്ബൻഡിനോട് പറയുകയും, എന്നാൽ അത് ഷീജയുടെ ഇഷ്ടം പോലെ ആകട്ടെ, നമുക്കൊന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ചേട്ടൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജോയ് മാമ്പിളി എന്ന ഡോക്ടറെ കാണുകയും ഡോക്ടർ അത് ഒരു ചിരിച്ചുകൊണ്ടത് ഒരു ചെറിയ ലാഘവത്തോട് തന്നെ അതിനെ കണ്ടു. പക്ഷേ വലിയൊരു അസുഖം തന്നെയാണെന്ന് ഡോക്ടർക്കും അറിയാം. പക്ഷേ അതിനത്ര സീരിയസ് ആയി കാണാതെ തന്നെ ഞാനിത് നിങ്ങൾക്ക് കളഞ്ഞു തരാമെന്ന് പറയും. നിങ്ങൾ 10 ദിവസം അഡ്മിറ്റ് ആവാൻ കണക്കാക്കി വീട്ടിൽ നിന്ന് വരണമെന്നും പറഞ്ഞു. പൈസ ചിലവ് ചോദിച്ചപ്പോൾ അവിടെയും ഒരു 75,000, 1.5 ലക്ഷം അല്ലെങ്കിൽ 70,000 അത്രയ്ക്ക് തന്നെ അവിടെയും പറഞ്ഞത്. പക്ഷേ ഞാൻ ഹസ്ബൻഡ് അവിടെ ബില്ലടയ്ക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളങ്ങനെ അവിടെ ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ അത് അഡ്മിറ്റ് ആക്കുകയും അങ്ങനെ അവിടെ വെച്ച് തന്നെ ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ആൾക്ക് നടുവിനൊരു ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് വലിയൊരു കട്ട് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സാവും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ആദ്യത്തെ അവസ്ഥ ഇതാണ്. ഉള്ളംകാലാണ്, നടക്കാനൊന്നും പറ്റില്ലായിരുന്നു, ഉള്ളംകാലിലായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. പിന്നീട് അത് മുറിച്ച് മാറ്റി 18ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് ഡോക്ടർ അത് മുറിച്ച് മാറ്റി നടുവിന് ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു. അത് വേണ്ടി വന്നില്ല. കൂടാതെ വേറൊരു വേറെ സ്ഥലത്തുനിന്ന് വേറെ സ്കിന്ന് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. അതും കൂടാതെ തന്നെ അത്ഭുതകരമായിട്ട് തന്നെ അത് മാറ്റി സ്റ്റിച്ച് ഇട്ട് തന്നു. പിന്നീട് അത് കുറച്ച് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തു. പിന്നീട് ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്തു. ഇപ്പോൾ അതൊരു പാടുപോലും ഇല്ലാത്തൊരവസ്ഥയിലായി. പള്ളിയിൽ പോകാനും മുട്ടുകുത്തുമ്പോൾ ആളുകൾ നോക്കും, എന്താണെന്ന് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുന്നൊക്കെ പറഞ്ഞ് ആൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നീട് ഇത് മാറിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് പള്ളിയിൽ പോരാനൊക്കെ ഭയങ്കര സന്തോഷത്തോടെ പള്ളി വരികയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് ഞങ്ങൾക്ക് 1.5 ലക്ഷം വേണമെന്ന് പറഞ്ഞ ആ ഒരു ചികിത്സയ്ക്ക് വെറും 30,000 രൂപയിൽ ഞങ്ങൾക്കത് പൂർണ്ണമായിട്ടും സുഖപ്പെട്ട് കിട്ടി. ഇത് 30,000 എന്ന് പറയുന്ന ഒരു സംഖ്യ
എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയും അത് സ്ക്രീനിൽ എനിക്ക് ഞാൻ നോക്കുമ്പോഴൊക്കെ ഒരു 30 എന്ന് എഴുതി കാണിക്കുകയും ചെയ്യുമായിരുന്നു. ഞാനത് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല 1.5 ലക്ഷം വേണമെന്ന് പറഞ്ഞോർത്ത് 50,000 കെട്ടിയാലേ അവർ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 30,000 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് മതി, നിങ്ങളുള്ളത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ 30,000 തന്നെ അവിടെ 29,500 രൂപയെ ഞങ്ങൾക്ക് ചിലവ് വന്നിട്ടുള്ളൂ. 30,000 കെട്ടിയെന്ന് 500 രൂപ ഞങ്ങൾക്ക് തിരിച്ചു തരാണ് ചെയ്തത്. കൂടാതെ എൻ്റെ മകൾക്ക് UK ഒരു പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു 2-3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു NHS. അത് ഞാൻ മോള് തന്നെ പറയും. എൻ്റെ പേര് ജീഷ്മ. ഞാൻ UK പോയിട്ട് 2 വർഷത്തോളമായി. എൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്നത് ജനുവരി 31-നാണ്. അപ്പം ഞാനെടുത്ത കോഴ്സിന് കുറച്ച് പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മമ്മീനെ സംബന്ധിച്ച് മമ്മിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മമ്മിക്ക് എപ്പോഴും വിഷം കിട്ടും, ഇത് ശരിയാവും, ചിലപ്പോൾ ഇത് സെറ്റാവും, അങ്ങനെയൊക്കെ മമ്മി പറയും. അപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. മമ്മി വീഡിയോ കാണാനും സാക്ഷ്യം പറയാനൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ പിന്നെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇൻ്റർവ്യൂ ഞാൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തേ. അവർ ഓൾമോസ്റ്റ് പറഞ്ഞു ജോലി തരും, സെറ്റാവും എന്നുള്ള രീതി വരെ ആയി. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ തന്നെയായിരുന്നു ഈ ജോലി ഇൻ്റർവ്യൂ കോൾ വന്നിരുന്ന സ്ഥലമൊക്കെ. പക്ഷെ എന്നിട്ട് ലാസ്റ്റ് എനിക്ക് അവർ തന്നില്ല. അപ്പം ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ മമ്മിയെ വിളിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. ഈ 3rd ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ എനിക്ക് പോകാൻ വലിയ ഇഷ്ടമില്ലായിരുന്നു. പോസ്റ്റ് നെയിമിന് എൻ്റെ പൊസിഷന് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ പോണില്ല എന്നുള്ളൊരു ഇതിൽ നിന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്തായാലും പോയി നോക്കുക, അറ്റ്ലീസ്റ്റ് നിൻ്റെ ഇൻ്റർവ്യൂ കോളെങ്കിലും വിളിച്ചില്ലേന്ന്. അപ്പോൾ 6 months ആയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ 3ാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് അവർ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പറഞ്ഞു ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണ് ഈ പൊസിഷന്, അവർക്ക് തരാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വീട്ടിൽ വന്നു, അവരെന്നെ വിളിച്ചു, അവർ പറഞ്ഞു സെയിം ഓവർ ക്വാളിഫൈഡ് ആണ്, ഞങ്ങൾ ഈ പൊസിഷൻ തരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു മറ്റൊരു പൊസിഷൻ ചിലപ്പോൾ ഓപ്പൺ ആയേക്കാം, ചിലപ്പോൾ നിനക്ക് കിട്ടിയേക്കാം. ഇങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടിയതുകൊണ്ടാണ് സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര വിശ്വാസമായേ. ഇല്ല ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അങ്ങനെ അവർ എൻ്റെ ബർത്ത്ഡേൻ്റെ തലേന്ന് അതിനിടയ്ക്ക് വെച്ചിട്ട് അവരൊരു ഇമെയിൽ അയച്ചു, ഇങ്ങനെ താല്പര്യമുണ്ട്, ജീഷ്മ ഹാപ്പി ആണെങ്കിൽ ഈ ജോലി ജീഷ്മയ്ക്ക് എടുക്കാം എന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് വരണേ. അപ്പം ഞാൻ ഭയങ്കര എന്തോ പോലെ ആയിപ്പോയി, ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. അങ്ങനെ 9th എനിക്ക് അൺകണ്ടീഷണൽ വന്നു. August 1 ഞാൻ ജോലിയിൽ കയറി. ഇപ്പം 6 months ആയി. അപ്പം ഞാൻ നേർന്നിരുന്നു സാക്ഷ്യം പറയാമെന്ന്. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് അങ്ങനെ വന്നതാണ്. എനിക്ക് കിട്ടിയത് ഡയറ്ററ്റിക് അസിസ്റ്റൻ്റ് ആയിട്ടാണ്. ഞാൻ NHS ഗിൽഫോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊരു ടെമ്പററി പൊസിഷനാണ്, അത് ഒരു ലോങ് ടേം അല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെയും വേറെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ വെൻസ്ഡേ മറ്റന്നാൾ എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ കോൾ വന്നു, എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തുനിന്ന് തന്നെ. അത് ഇൻ ബിറ്റ്വീൻ 4:30 and 5:30 ആണ്. ആ ഇൻ്റർവ്യൂ കോൾ ശരിക്കും അത് ഓൺലൈൻ ആക്കത്തില്ല, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കോൾ ആയിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലാണ്, ഇങ്ങനെ ഹോളിഡേക്ക് വന്നിരിക്കുവാന്ന്. അപ്പോൾ അവരതെനിക്ക് ഓൺലൈൻ ആക്കി തന്നു. അതും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ എല്ലാം ഇങ്ങനെ അത്ഭുതകരമായി നടക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കര വിശ്വാസത്തിലായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഉടമ്പടി എടുക്കണം എന്നൊരാഗ്രഹം വന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ച് നേടണം എന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. മമ്മി പറയുമ്പോൾ ഞാൻ ഒച്ചപ്പാടും ബഹളമായിരുന്നു, എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ പ്രാർത്ഥനയിലേക്ക് അടുത്ത് ഉടമ്പടിയൊക്കെ എടുത്ത് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഞാൻ വന്നു. ഞാൻ ഈ ശനിയാഴ്ച തിരിച്ചു പോവും. നിങ്ങളെല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ആരെങ്കിലും എന്നോടൊരു സഹായം ചോദിച്ചു വന്നാൽ ആരെയും മടക്കി അയക്കാറില്ല. കൂടുതലും ഞാൻ നഴ്സിംഗ് പഠനത്തിനായിട്ട് കുട്ടികൾ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവർക്കൊക്കെ ഞാൻ സഹായം ചെയ്യാറുണ്ട്. എനിക്ക് അറിയില്ല, മാതാവ് ഇപ്പോൾ എൻ്റെ മകൾക്കൊരു നഴ്സിങ്ങിൻ്റെ ഒരു ഓഫറും കൂടെ വന്നിട്ടുണ്ട് പഠിക്കാൻ. അത് ഇൻ്റർവ്യൂവിന് അത് കൊടുത്തിട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ ഒരു ചാൻസും എൻ്റെ മകൾക്ക് വന്നിട്ടുണ്ട്. അവൾ പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞാനതും മാതാവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ പേപ്പർ കിട്ടിയ ഉടനെ
അത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച ശേഷം എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. വെറുതെ അല്ല കൊടുക്കുക, എല്ലാവരോടും ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞ് അവർക്ക് പത്രമൊക്കെ കൊടുക്കും. അവർക്ക് ആ പത്രം വായിക്കുന്നവർ പോലും എന്നോട് അവരുടെ ജീവിതത്തിൽ കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് അവർ പറയാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആഘോഷിക്കാറില്ല. കരുണാഭവൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മക്കളുടെ ബർത്ത്ഡേക്കും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഏതൊരു ആവശ്യങ്ങൾ വന്നാലും ഞങ്ങളത് അഗതി മന്ദിരങ്ങളിൽ പോയി ആഘോഷിക്കലാണ് പതിവ്. അങ്ങനെ പാവങ്ങളോട് ഒത്തിരി കരുണ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ മുമ്പും അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത ശേഷം ഒത്തിരി കൂടുതൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബൈബിൾ വായന ഞാൻ പേഴ്സണൽ പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു ആദ്യമൊക്കെ. അതൊരു 15-20 മിനിറ്റൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലുടൻ ഞാൻ ബൈബിൾ വായിക്കും. കൂടാതെ ജപമാല എത്ര ചെല്ലിയാലും എനിക്ക് മതി വരില്ല. എത്ര ചെല്ലിയാലും ഞാൻ വീണ്ടും വീണ്ടും ചെല്ലാനുള്ളൊരു പ്രേരണ എനിക്ക് കിട്ടും. ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഒത്തിരി ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ